RSS ഉപയോഗിക്കുന്ന ഭാരതാംബ ചിത്രം രാജ്ഭവനിലെ സർക്കാർ പരിപാടിയിൽ ഗവർണർ വച്ചതിനെ ചൊല്ലി മന്ത്രി പി പ്രസാദ് തുടങ്ങിവെച്ച രാഷ്ട്രീയ വിവാദം പുതിയ തലത്തിലാണ്. RSSനെതിരെ CPI ഏറ്റെടുത്ത് സ്കോർ ചെയ്ത വിഷയം മന്ത്രി വി ശിവൻകുട്ടിയുടെ ബഹിഷ്കരണത്തിലൂടെ CPM പിടിച്ചെടുക്കുകയാണ്. ഇന്നലെ തന്നെ രാജ്ഭവനിലേക്ക് DYFI പ്രതിഷേധവുമായി എത്തിയിരുന്നു. വി ശിവൻകുട്ടിയെ അതിരൂക്ഷ ഭാഷയിൽ രാജ്ഭവൻ വിമർശിച്ചതോടെ വിഷയത്തിൽ ഇനി ഗവർണറുടെ പ്രതികരണം ഉണ്ടാകില്ലെന്ന നിലപാടിലായിരുന്നു രാജ്ഭവൻ വൃത്തങ്ങൾ. പക്ഷേ ഇന്ന് വീണ്ടും SFIയെ രംഗത്തിറക്കിയതോടെ ഗവർണർക്കെതിരെ CPM തെരുവിൽ പോർമുഖം തുറക്കുന്നുവെന്ന വിലയിരുത്തലാണ് രാജ്ഭവൻ. RSSന്റെ തറവാട്ട് സ്വത്തല്ല കേരളം, അതിന്റെ ഭാഗമായി പണിതുയർത്തിയതല്ല രാജ്ഭവൻ. ഒരു പടി കൂടി കടന്ന് ഗവർണറുടെ അധികാരം സ്കൂൾ കുട്ടികളെ പഠിപ്പിക്കാനും സർക്കാർ തീരുമാനിച്ചു. രാജ്യത്ത് ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളെ അസ്ഥിരപ്പെടുത്തുവാനുള്ള ശ്രമങ്ങൾ വർദ്ധിച്ചു വരികയാണ്. ഗവർണറുടെ ഭരണഘടനാപരമായ അധികാരങ്ങൾ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. ഈ വർഷം 10ാം ക്ലാസ്സിലെ 2ാം വോള്യത്തിൽ ഉൾപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. CPM RSS ബാന്ധവം സജീവ ചർച്ചയായിരിക്കെ ഭാരതാംബ വിഷയത്തിൽ മേൽക്കൈ നേടാൻ CPM രംഗത്തിറങ്ങിയതിനാൽ CPIയും വീര്യം കുറയ്ക്കുന്നില്ല. ഞങ്ങൾക്ക് ഭാരതമാതാവ് ഇവിടുത്തെ മണ്ണാണ്. ഒരു ഗവർണർക്ക് വഴികാട്ടിയാക്കേണ്ടത് സ്വയംസേവക ജീവിതത്തിലെ ബഞ്ച് ഓഫ് തോട്ട്സ് ആണോ അതോ ഇന്ത്യയുടെ ഭരണഘടനയാണോ എന്ന് അദ്ദേഹം തീരുമാനിക്കണം. ഭാരതാംബയ്ക്കെതിരെ ഒരു ചോദ്യവും അനുവദിക്കില്ലെന്ന് ഇന്നലെ ഗവർണർ വ്യക്തമാക്കിയതിനാൽ ഇനി തുടർ നിലപാട് എന്താകും? രാജ്ഭവൻ വൃത്തങ്ങൾ പറയുന്നു, മന്ത്രിമാരുടെ അടക്കമുള്ള ഭരണഘടനാപരമായ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ നിലവിളക്കും ഭാരതാംബ ചിത്രവും ഉണ്ടാകില്ല. പക്ഷേ നിലവിളക്ക് കൊളുത്തുന്ന ഉദ്ഘാടന ചടങ്ങാണെങ്കിൽ ഭാരതാംബ ചിത്രമുണ്ടാകും. അതാണ് RSSകാരുടെ രീതി. അത് സർക്കാർ പരിപാടിയിലും സംഭവിക്കാമെന്ന് വിശദീകരിക്കുന്നു. മന്ത്രി വി ശിവൻകുട്ടിയുടെ ബഹിഷ്കരണത്തിന് കോൺഗ്രസിൽ നിന്നും പിന്തുണയുണ്ട്. നന്നായി, അത് തന്നെയാണ് ചെയ്യേണ്ടത്. പക്ഷേ മുഖ്യമന്ത്രി ഒരു കാര്യം ചെയ്യണം, ഈ ഒളിച്ചുകളി അവസാനിപ്പിച്ച് ഗവർണർക്ക് ശക്തമായിട്ട് കത്ത് നൽകുക. ഗവർണർ തിരികൊളുത്തിയ ഭാരതാംബ ചിത്ര വിവാദം RSS ആഗ്രഹിച്ചതാണ്. RSS ഒരുക്കിയ കെണിയിൽ രാഷ്ട്രീയ എതിരാളികൾ വീഴുകയും ചെയ്തു. RSSന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണത്തിൽ അത് വ്യക്തവുമാണ്. ഭാരതാംബ ചിത്ര വിവാദത്തെക്കുറിച്ച് RSSന്റെ ദക്ഷിണ കേരള സഹപ്രാന്ത പ്രചാർ പ്രമുഖ് M സതീശൻ എഴുതിയ ലേഖനത്തിൽ പറയുന്നത് കാലം മാറുന്നുവെന്നാണ്. സംഘത്തിന്റെ 100ാം വാർഷികത്തിൽ എതിർക്കുന്നവരടക്കം RSSനെ ചർച്ചയാക്കി. ഭാരതാംബയെ എതിർക്കുന്നവർ ഭാരത് മാതാ കി ജയ് വിളിക്കുന്നു. മന്ത്രി വി ശിവൻകുട്ടി നാവു പിഴയ്ക്കാതെ ഭാരതാംബ എന്ന് തികച്ചു വിളിക്കുന്നു. RSSന്റെ ഭാരതാംബയല്ല ഞങ്ങളുടെ ഭാരതാംബ എന്ന് പറയേണ്ടി വരുന്നു. അതായത് RSS കെണിയിൽ രാഷ്ട്രീയ എതിരാളികൾ വീണതിൽ അവർ ആഹ്ലാദിക്കുകയാണ്. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.